ഹായ് ഓൾ. ചാപ്റ്റർ നമ്പർ 1 പെയേഴ്സ് ഓഫ് ഇക്വേഷൻ അതിൻ്റെ പാർട്ട് 2 വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പേജ് നമ്പർ 11 11ാമത്തെ പേജിലുള്ള 3 ചോദ്യങ്ങളും അതിൻ്റെ ആൻസേഴ്സുമാണ്. അതിനാണ് നേരിട്ട് ചോദ്യത്തിലേക്ക് പോയാലോ. ക്വസ്റ്റ്യൻ നമ്പർ 6 ഇങ്ങനെയാണ് പറയുന്നത്. എ ഫ്രാക്ഷൻ സിംപ്ലിഫൈഡ് ആഫ്റ്റർ ആഡിങ് 1 ടു ഇറ്റ്സ് ന്യൂമറേറ്റർ ബിക്കംസ് 1/3. ഒരു ഫ്രാക്ഷൻ ഉണ്ട്. ഫ്രാക്ഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? നോക്കിക്കോ, 1/3 ഒരു ഫ്രാക്ഷനാണ്. എന്താ അതിൻ്റെ പ്രത്യേകത? അപ്പോൾ 1/3 ആണെങ്കിൽ മേലുള്ള ഈ നമ്പറിനെ നമ്മൾ വിളിക്കും ന്യൂമറേറ്റർ എന്ന് വിളിക്കും. ഈ താഴെയുള്ള ഈ നമ്പറിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഡിനോമിനേറ്റർ എന്ന് വിളിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? ഫ്രാക്ഷൻ എന്ന് പറയാം. ഇവിടെ ഒരു വേർഡ് ഉണ്ട്, സിംപ്ലിഫൈഡ്. എങ്ങനെയാണ് ഫ്രാക്ഷൻ സിംപ്ലിഫൈ ചെയ്യുക? ഫോർ എക്സാമ്പിൾ നോക്കിക്കോ, 5/15 5/15 എന്ന് പറഞ്ഞാൽ ഒരു ഫ്രാക്ഷനാണ്. ഈ ഫ്രാക്ഷൻ്റെ പ്രത്യേകത എന്താ? ഈ മേലെ കാണുന്ന 5ഉം ഈ താഴെ കാണുന്ന 15നെയും ഒരു സംഖ്യ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. 5/15 എന്ന് പറഞ്ഞാൽ മേലുള്ള 5ന് 5 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 1 എന്ന് കിട്ടും. 15ന് 5 കൊണ്ട് ഹരിച്ചാൽ എന്തെന്ന് കിട്ടും? 3 എന്ന് കിട്ടും. വിച്ച് മീൻസ് 5/15 എന്ന് പറയുന്ന ആൾ 1/3 എന്ന് പറയുന്ന ആൾക്ക് എന്താണ്? ഇക്വലൻ്റ് ആണ്, അല്ലെങ്കിൽ ഈക്വൽ ആണ്. അപ്പോൾ അതാണ് സിംപ്ലിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഒരു എക്സാമ്പിൾ കൂടെ പറയുകയാണെങ്കിൽ 22/33 ഫ്രാക്ഷനാണ്. മേലുള്ള ആൾ എന്തെന്ന് വിളിക്കും? ന്യൂമറേറ്റർ എന്ന് വിളിക്കും. താഴെയുള്ള നമ്പറിനെ എന്തെന്ന് വിളിക്കും? ഡിനോമിനേറ്റർ എന്ന് വിളിക്കും. ഈ മേലെ കാണുന്ന 22ഉം താഴെ കാണുന്ന 33നെയും ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 22നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 എന്ന് ആൻസർ കിട്ടും. 33നെ ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. വിച്ച് മീൻസ് 22/33 എന്ന് പറഞ്ഞാൽ 2/3ക്ക് ഈക്വലാണ്. ഈ പരിപാടിയാണ് സിംപ്ലിഫൈ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് പറഞ്ഞത് ഒരു ഫ്രാക്ഷൻ ഉണ്ട്, എ ഫ്രാക്ഷൻ. അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തു. എപ്പം? ആഫ്റ്റർ ആഡിങ് 1 ടു ഇറ്റ് ഡിനോമിനേറ്റർ എന്ന് വെച്ചാൽ, ഇപ്പം മേലൊരു നമ്പർ ഉണ്ട് ഡിവൈഡഡ് ബൈ താഴെ ഒരു നമ്പർ. ഈ മേലുള്ള നമ്പറിനോട് 1 കൂട്ടിയിട്ട് സിംപ്ലിഫൈ ചെയ്താൽ 1/3 കിട്ടും. ഇനി ബാക്കി നോക്കാം. ഇഫ് ഇൻസ്റ്റഡ് ഇപ്പോൾ ചെയ്തതിന് പകരം 1 ഈസ് ആഡഡ് ടു ദ ഡിനോമിനേറ്റർ ആൻഡ് സിംപ്ലിഫൈഡ് ഇറ്റ് ബിക്കം 1/4. അപ്പോൾ നമ്മൾ ചെയ്ത പരിപാടിയിൽ ന്യൂമറേറ്ററിനോട് 1 കൂട്ടിയിട്ട് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1/3 കിട്ടും. അപ്പോൾ അതിന് പകരം ഡിനോമിനേറ്ററിനോടാണ്, ഫോർ എക്സാമ്പിൾ മേലെയും താഴെയും 2 നമ്പേഴ്സ്, താഴെ 1 കൂട്ടിയിട്ട് സിംപ്ലിഫൈ ചെയ്താൽ എന്ത് കിട്ടും? 1/4 കിട്ടും. വാട്ട് ഈസ് ദ ഫ്രാക്ഷൻ എന്നാണ് ചോദിച്ചത്. ആ ഫ്രാക്ഷൻ ഏതാണ്? ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു ഫ്രാക്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു നമ്പർ ഫ്രാക്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ആ ഫ്രാക്ഷൻ്റെ വാല്യൂ നമുക്കറിയില്ല, കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനെ നമുക്കൊന്ന് വിളിച്ചു നോക്കാം. എങ്ങനെ വിളിക്കാം? ലെറ്റ് ദ ഫ്രാക്ഷൻ ഈക്വൽ ടു, സാധാരണ നമ്മൾ കഴിഞ്ഞ ഇതിലൊക്കെ എക്സ്ന്നോ വൈന്നോ അല്ലെങ്കിൽ എ നോക്കിയായിരുന്നില്ല ഒരു നമ്പറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഫ്രാക്ഷൻ ആയതുകൊണ്ട് ഫ്രാക്ഷൻ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഓരോ ക്രിയകൾ ചെയ്യുന്നത് കൊണ്ടും നമ്മൾ എന്തെന്ന് വിളിക്കാം? അതിൻ്റെ ന്യൂമറേറ്ററിനെ എക്സ് എന്നും ഡിനോമിനേറ്ററിനെ വൈ എന്നും വിളിക്കുക. ഫ്രാക്ഷൻ എന്തെന്ന് വിളിച്ചു? x/y എന്ന് വിളിച്ചു. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ കൃത്യമായിട്ടൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഈ മേലെ കാണുന്ന ആളെന്താണ്? ന്യൂമറേറ്ററാണ്. എഴുതി വെക്കൊന്നും വേണ്ട, ന്യൂമറേറ്ററാണെന്ന് മനസ്സിലാക്കുക. താഴെ കാണുന്ന y എന്ന് പറയുന്ന ആളെന്താണ്? ഡിനോമിനേറ്റർ. ഓക്കെ അല്ലേ? ഇനി അവർ ചെയ്ത പരിപാടികൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എന്താ ചെയ്തത് നോക്കിക്കോ. x/y എന്ന് പറഞ്ഞിട്ടൊരു ഫ്രാക്ഷൻ ഉണ്ട്. എന്നിട്ട് ഇതിൻ്റെ ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ എക്സ്, ആ ന്യൂമറേറ്ററിനോട് 1 കൂട്ടി +1 ആക്കി. അപ്പം x+1/y എന്നായിരിക്കും നമ്മുടെ പുതിയ ഫ്രാക്ഷൻ കിട്ടുക. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്തായിരിക്കും? 1/3 ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പം ഇതാണ് ആദ്യം ചെയ്ത പരിപാടി. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് ഇതൊരു ഇക്വേഷൻ ആണല്ലോ. നോക്കിക്കോ, ഒരു ഈക്വൽ സൈൻ ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ ഒരാളുണ്ട്, റൈറ്റ് സൈഡിൽ വേറൊരാളുണ്ട്. പക്ഷേ നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻസിലൊക്കെ ഇക്വേഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയായിരുന്നു. ഫോർ എക്സാമ്പിൾ 3x + 4 = 2y. ഒരൊറ്റ ലൈനിൽ നമുക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റുമായിരുന്നു. ഇവിടെ അങ്ങനെ എഴുതാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഒരു ഫ്രാക്ഷണൽ ഫോമിലാണ്. ഒരു ബാറുണ്ട്, മേലെയും താഴേക്കുമായിട്ട് നമ്പേഴ്സ് ഉണ്ട്. കുറച്ചും കൂടി ഒരു കോംപ്ലിക്കേറ്റഡ്, നമ്മൾ പഠിച്ചതിനെക്കാട്ടി കുറച്ചും കൂടി ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഫോമാണ് അല്ലേ? അപ്പോൾ ഇതിനെ നമ്മൾ പഠിച്ച ഫോമിലേക്ക് എത്തിക്കുക. അത് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. എന്താ ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ? നോക്കിക്കോ, ഇതൊരു ടേമാണ്. x+1 എന്ന് പറഞ്ഞാൽ ഒരാളല്ലേ. ഈ ആൾ തൊട്ട് താഴെ കിടക്കുന്ന 3നെയും ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. x+1 × 3 = ഇവനെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, y × 1 എന്ന് വെച്ചാൽ ഒരു ക്രോസ് പോലെ എക്സ് പോലെ നമ്മൾ എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ സംഭവിക്കുന്നത് വേറെ ഒന്നുമില്ല. നോക്കിക്കോ, ഇവിടെ ഡിവൈഡഡ് ബൈ y അല്ലേ.
അത് ഈക്വൽ സൈനിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും ഇൻറ്റു വൈ ആവും. ഓക്കെ, അതേപോലെ ഇവിടെ ഡിവൈഡഡ് ബൈ 3 അല്ലേ, അത് ഈക്വൽ സൈനിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും ഇൻറ്റു 3 ആവും. അത്രയും സംഭവിക്കുന്നുള്ളൂ. ആ സാധനത്തിനെയാണ് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയാം. ഇനി നോക്കിക്കോ എങ്ങനെയാണ് വരിക എന്നുള്ളത്. ഞാൻ ആദ്യം നമുക്ക് സ്റ്റെപ്പ് വൈസ് ആയിട്ട് തന്നെ പറയാം. ഇവിടെ കാണുന്ന ഈ ഡിവൈഡഡ് ബൈ 3നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഈക്വൽ സൈൻ്റെ എപ്പുറത്തേക്ക് കൊണ്ടുവരികയാണെ. അപ്പോൾ ഡിവൈഡഡ് ബൈ 3 എന്താവും ഇൻറ്റു 3 ആവും. അപ്പം 3 ഇൻറ്റു അവിടെയുള്ള x+1 അതേപോലെ തന്നെ ഉണ്ട്, അവനൊരു ബ്രാക്കറ്റിൽ നിർത്തിക്കുകയാണ്. x+1 ഓൾറെഡി ഇവിടെ ഉണ്ടായതായിരുന്നു, ഇവിടെ ഈ കാണുന്നിടത്ത് അവിടേക്ക് 3നെ വന്നു. ഇനി ഈക്വൽ സൈൻ ഉണ്ട്, ഇപ്പുറത്ത് 3 പോയി കഴിഞ്ഞാൽ പിന്നെ 1 മാത്രമല്ലേ വരുള്ളൂ. ഈ കാണുന്ന വൈനെ ഡിവൈഡഡ് ബൈ വൈനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും ഇൻറ്റു വൈ ആവും. അപ്പം 1 ഇൻറ്റു വൈ എന്ന് വന്നു. ഓക്കെ, ഇനി ഈ കാണുന്ന ബ്രാക്കറ്റിനെ നമ്മൾ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് പൊളിക്കണം, ഈ ബ്രാക്കറ്റ് ഒന്ന് പൊളിക്കണം. 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. എങ്ങനെ പൊളിക്കാം? പുറമെയുള്ള ആളെ കൊണ്ട് ഉള്ളിലുള്ള ഓരോരുത്തരും മൾട്ടിപ്ലൈ ചെയ്യാം. 3 ഇൻറ്റു എക്സ് എന്ത് കിട്ടും 3x. പിന്നെ 3 ഇൻറ്റു 1 എന്ത് കിട്ടും 3 എന്ന് കിട്ടും. ഇവിടുത്തെ ചിഹ്നം നോക്കാം, ഏതാ ചിഹ്നം പ്ലസ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് വന്നു പ്ലസ് തന്നെ വന്നു അല്ലേ. ഇനി നോക്കിക്കേ 1 ഇൻറ്റു വൈ, ഏതൊരു നമ്പറിനെയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക അതേ നമ്പറാണ് കിട്ടുക. അപ്പോൾ y എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ ഫൈനൽ ഒരു റിസൾട്ട് കിട്ടി 3x + 3 = y. 3x + 3 എന്ന് പറഞ്ഞാൽ എന്താണ് y ആണ്. എന്താണ് ഇതിൻ്റെ മീനിങ് നോക്കിക്കോ, y = 3x + 3 ആണ്. y സമം 3x + 3 ആണ് എന്ന് വെച്ചാൽ y എന്ന് നിങ്ങൾ എവിടെയൊക്കെ കണ്ടോ അവിടെ yക്ക് പകരം എന്തെന്ന് കൊടുക്കാം 3x + 3 എന്ന് കൊടുക്കാം. y എന്ന് എവിടെയൊക്കെ കണ്ടോ അവിടെയൊക്കെ yക്ക് പകരം എന്തെന്ന് കൊടുക്കാം 3x + 3 എന്ന് കൊടുക്കാം. അവിടെ നിൽക്കട്ടെ, നമുക്ക് ഫസ്റ്റ് കിട്ടിയ സ്റ്റേറ്റ്മെൻറ്റിന് അത്രയും ചെയ്തു. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് വായിച്ചു നോക്കാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എങ്ങനെയാണ്, ഇഫ് ഇൻസ്റ്റഡ് ഇതിന് പകരം നമ്മളിപ്പോൾ ചെയ്തതിന് പകരം 1 ഈസ് ആഡഡ് ടു ദ ഡിനോമിനേറ്റർ ആൻഡ് ദെൻ സിംപ്ലിഫൈഡ് ഇറ്റ് ബിക്കം 1/4. ന്യൂമറേറ്ററിൽ ആഡ് ചെയ്തതിന് പകരം എവിടെ ആഡ് ചെയ്തു ഡിനോമിനേറ്ററിലാണ് ആഡ് ചെയ്തത്. ആരെ 1നെ ആഡ് ചെയ്ത് എന്നിട്ട് എന്ത് ചെയ്തു സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും 1/4 ആയിരിക്കും. നേരത്തെ കിട്ടിയ 1/3 അല്ല, ഇവിടെ കിട്ടിയ 1/4 ആണ്. ഓക്കെ അല്ലേ. അപ്പോൾ അത് നമുക്ക് ഇതേപോലെ ചെയ്ത് നോക്കാം. നോക്കിക്കോ, നമ്മുടെ ഫ്രാക്ഷൻ ആരായിരുന്നു x/y എന്ന് പറയുന്ന ആളായിരുന്നു. ആ x/yൻ്റെ ഡിനോമിനേറ്ററായ വൈനോട് 1 കൂട്ടി, ഡിനോമിനേറ്ററായ വൈനോട് എത്ര കൂട്ടി 1 കൂട്ടി. എന്നിട്ട് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും 1/4 എന്നുള്ള ആൻസർ കിട്ടും. അപ്പം അതിന് ഞാനിവിടെ എന്ത് ചെയ്തു =1/4 എന്ന് കൊടുത്തു. നേരത്തെ ചെയ്ത അതേ പരിപാടി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എന്ന് വെച്ചാൽ ഇങ്ങനെ ഗുണിക്കുക 4 ഇൻറ്റു എക്സ്, പിന്നെ ഇവനെ ഇങ്ങനെയും ഗുണിക്കുക. ഒന്ന് ഗുണിച്ച് നോക്കാം. ആദ്യം ഈ ഡിവൈഡഡ് ബൈ 4 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും ഇൻറ്റു 4 ആയിട്ട് മാറും അല്ലേ. അപ്പോൾ 4 ഇൻറ്റു എക്സ് എന്ന് കിട്ടും ഇവിടെ. ഇനിയോ അപ്പുറത്ത് 1 ഉണ്ട്, 1 ഇൻറ്റു ഈ ടേം അങ്ങോട്ട് പോകുമ്പോൾ y+1 ആണ്. അപ്പോൾ y+1 കൊണ്ടുപോവുക, ശ്രദ്ധിക്കുക ബ്രാക്കറ്റിൽ വേണം വെക്കാൻ. ഇനി 4 ഇൻറ്റു എക്സ് നിങ്ങൾക്ക് അറിയാം എന്താ കിട്ടുക 4x ആണ് കിട്ടുക അല്ലേ. ഇനി ഇതൊന്ന് ശ്രദ്ധിച്ചേ 1 ഇൻറ്റു y+1. ഇവിടെ നിങ്ങൾ ഇങ്ങനെയൊന്നും ഗുണിച്ച് പൊളിക്കാനൊന്നും നിൽക്കണ്ട. കാരണം 1 ഇൻറ്റു എന്ത് ചെയ്താലും ഒന്നിനെ കൊണ്ട് ആരെ മൾട്ടിപ്ലൈ ചെയ്താലും ആ ചെയ്ത ആൾ അത് തന്നെയായിരിക്കും ആൻസർ. അപ്പോൾ y+1 തന്നെയാണ് ഇവിടെ ആൻസർ. 4x = y+1 എന്ന് കിട്ടി. അവിടെ നിൽക്കട്ടെ. എന്താണ് അതിൻ്റെ മീനിങ് 4x = y+1 ആണ്, അഥവാ ഒരു ഇക്വേഷനാണ് അല്ലേ. ഇനി നോക്കിക്കേ, നമുക്കിവിടെ വൈൻ്റെ വാല്യൂ അറിയാം. എവിടെ നിന്ന് കിട്ടും മേലെ നിന്ന് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ എവിടെയൊക്കെ കണ്ടോ അവിടെ നമുക്ക് എന്ത് കൊടുക്കാം 3x + 1 കൊടുക്കാം. അപ്പോൾ ഇതേ സാധനം ഞാൻ നോട്ട് താഴോട്ട് ചെയ്താണ് 4x = y+1. ഈ കാണുന്ന വൈനെ മാറ്റിയിട്ട് നമുക്ക് എന്ത് കൊടുക്കാം 3x + 1 എന്ന് കൊടുക്കാം. 3x + 1 അല്ല 3 സോറി. ഇനി ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിലൊക്കെ ചെയ്ത അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും എക്സ് ഉള്ള ടേംസിനൊക്കെ ഒരു ഭാഗത്ത് വെക്കും. എന്ന് വെച്ചാൽ ഇവിടെ ഒരു 3x ഉണ്ട്, അവൻ എങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്താവും -3x ആവും. ചെയ്ത് നോക്കിക്കോ 4x ഇവിടെ ഓൾറെഡി ഉണ്ട്, അവൻ ഇങ്ങോട്ട് വരുമ്പോൾ -3x ആയി. ഇനി ഈ കാണുന്ന +3യും +1ഉം 3 + 1 ഒന്ന് കൂട്ടി വയ്ക്കുക എന്താ കിട്ടുക 4 എന്ന് കിട്ടും. ഇനി 4x - 3x എത്ര എക്സാണ് 1x. അപ്പോൾ 1x = 4 എന്ന് കിട്ടി, അഥവാ x = 4. എക്സിൻ്റെ വാല്യൂ കിട്ടി 4 ആണ്. എക്സ് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ y കിട്ടുക. y കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതിയാൽ മതി y = ഇവിടെ മേലോട്ട് നോക്കിക്കേ വൈൻ്റെ വാല്യൂ എത്രയാണ് 3x + 3 അല്ലേ. അപ്പോൾ അത് ഇവിടെ അതേപോലെ ഇങ്ങോട്ട് എഴുതാം y = 3x + 3 ആണ്.
അങ്ങനെയാണെങ്കിൽ 3 ഇൻറ്റു എക്സിന് പകരം എന്തെന്ന് കൊടുക്കും 4 എന്ന് കൊടുക്കും. ഇവിടെയുള്ള എക്സിന് പകരം ഈ 4 അങ്ങോട്ട് ആഡ് ചെയ്തു. ഓക്കെ, പ്ലസ് 3 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 12 ആണ്. 12 പ്ലസ് 3 എത്രയാണ് 15 ആണ്. വൈ ഇതൊക്കെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതണമെന്നില്ല, ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. വൈ ഈക്വൽ ടു എത്രയാണ് 15. ഇനി നിങ്ങളോട് പറഞ്ഞാൽ എന്താ എക്സ് എത്രയാണ് വൈ എത്രയാണെന്നാണോ ചോദിച്ചത്? അല്ല, പകരം എന്താ ചോദിച്ചത് ഫ്രാക്ഷൻ ആരാന്നാണ് ചോദിച്ചത്. അപ്പോൾ ഫ്രാക്ഷൻ അതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഫ്രാക്ഷൻ ആരാണ് എക്സിന് മേലെ എഴുതും എന്ന് വെച്ചാൽ 4ന് മേലെ എഴുതും, വൈന് താഴെ എഴുതും, 15ന് താഴെ എഴുതും. അപ്പോൾ ഫ്രാക്ഷൻ 4/15 ആണ്. ഇനി ചെയ്തത് ശരിയാണോ എന്ന് നോക്കാം. നോക്കിക്കോ, നമ്മുടെ ഫ്രാക്ഷൻ 4/15 ആണ്. ഇതിൻ്റെ ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ 4 ആണ്. ആ 4നോട് 1 കൂട്ടിയിട്ട് നമ്മളോട് സിംപ്ലിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ 4 + 1/15 എന്ത് കിട്ടും 5/15 കിട്ടും. മേലെയും താഴെയും 5 കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ 5ൽ 5 ഒരു വട്ടം, 15ൽ 3 വട്ടം, 1/3 എന്ന് കിട്ടിയിട്ടുണ്ട്. ശരിയാണ്. ഇനി 4/15 താഴെയുള്ള നമ്പർ ഡിനോമിനേറ്ററിനോട് 1 കൂട്ടാനാണ് പറഞ്ഞത്. 15 + 1 എന്ത് കിട്ടും 4/16 എന്ന് കിട്ടും. 4 കൊണ്ട് മേലെ വെട്ടിയാൽ 1, 4 കൊണ്ട് 16ന് വെട്ടിയാൽ എത്രയാണ് 4. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താ 1/4 എന്ന് കിട്ടും. അതും ശരിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്തത് ശരിയായിട്ടുള്ള ആൻസർ തന്നെയാണ്. ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാന്നുള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ക്വസ്റ്റ്യൻ നമ്പർ 7 സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയോ, എ പേഴ്സൺ ഇൻവെസ്റ്റഡ് 1 lakh rupees ഇൻ 2 schemes. ഒരാൾ 1 ലക്ഷം രൂപ 2 സ്കീമിലായിട്ട് 2 സ്കീമിലായിട്ട് നിക്ഷേപിച്ചു, ഇൻവെസ്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത്. വിത്ത് ഇൻട്രസ്റ്റ്, ഓരോ സ്കീമിൻ്റെ ഇൻട്രസ്റ്റ് പറയുന്നുണ്ട്. വിത്ത് ഇൻട്രസ്റ്റ് റേറ്റ്സ് 7%. ഇൻട്രസ്റ്റ് റേറ്റ് എന്താണെന്ന് നമ്മൾ 8ാം ക്ലാസ്സിൽ മണി മാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ പഠിച്ചാണ്. അത് ഇവിടെ ഒന്ന് ആവശ്യം വരും കേട്ടോ. ആൻഡ് 6%. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് 7%ഉം 6%ഉമാണ്. ആഫ്റ്റർ 1 year, 1 വർഷം കഴിഞ്ഞ് ദേ ഗോട്ട് 4750 rupees ആസ് ഇൻട്രസ്റ്റ് ഫ്രം ബോത്ത് ഓഫ് ദീസ് ടുഗദർ. 2 സ്കീമൊന്നും കൂടി ആയിട്ട് ശ്രദ്ധിക്കണം. ഫ്രം ബോത്ത് ഓഫ് ദീസ് എന്ന് പറയുന്നുണ്ട്. 2 സ്കീമൊന്നും കൂടി ആയിട്ട് എത്ര രൂപയാണ് അവർക്ക് ഇൻട്രസ്റ്റ് കിട്ടിയത് 6750 6750 രൂപയാണ് കിട്ടിയത്. ഇനി ഹൗ മച്ച് ഡിഡ് ദേ ഇൻവെസ്റ്റ് ഇൻ ഈച്ച് സ്കീം. ഓരോ സ്കീമിലും എത്ര രൂപ വെച്ചിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തത്. ആ ടോട്ടലുള്ള നമ്മുടെ 1 lakh എന്ന് പറയുന്നതിനെ 2 സ്കീമിലേക്കും, ഒരു സ്കീമിൽ കുറച്ച് തുക, രണ്ടാമത്തെ സ്കീമിൽ കുറച്ച് തുകയായിരിക്കും ഇട്ടുണ്ടാവുക. ഓരോ സ്കീമിലും എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്തതെന്നാണ് ചോദിച്ചത്. ഒന്ന് ചെയ്തു നോക്കാം. സോ നമുക്ക് ഇവിടുത്തെ കഥ ഒന്നും കൂടെ പറയാം. നോക്കിയോ, ഒരാളുടെ കയ്യിൽ 1 lakh rupees ഉണ്ട്. 1 lakh rupees അയാളുടെ കയ്യിലുണ്ട്. ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഇയാൾ ഈ പൈസ കൊണ്ടുപോയിട്ട് ഒരു ബാങ്കിലിട്ടു എന്ന് വിചാരിക്കാം. ഏതോ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബാങ്കാണെന്ന് വിചാരിച്ചു. ബാങ്കിലിട്ടു. ഇടുമ്പോൾ 2 സ്കീമിലായിട്ട് പൈസ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഇട്ടത്. 2 സ്കീമുകളിലേക്ക് പൈസ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഇട്ടത്. ഇത് സ്കീം 1, ഇതെന്താണ് സ്കീം 2. ഈ സ്കീം 1ൻ്റെ പ്രത്യേകത അവിടെ 7% ഇൻട്രസ്റ്റ് കിട്ടും. സ്കീം 2ലാണെങ്കിലോ 6% ആണ് ഇൻട്രസ്റ്റ് കിട്ടുക. എന്ന് വെച്ചാൽ സ്കീം 1ലാണ് എന്ത് കിട്ടുക കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടുക. ക്ലിയർ ആണല്ലോ. ഇനി ഇതാണ് അവർ നിക്ഷേപിച്ച തുക എന്ന് വിചാരിച്ചോ. 1 lakhൻ്റെ ഒരു ചെറിയ പാർട്ടി വടി 2ആയിട്ട് ഡിവൈഡ് ചെയ്തു, 2ലും കൂടെ ഇട്ടു. ഇനി രണ്ടെന്നും സ്വാഭാവികമായിട്ട് 7%ഉം 6%ഉം 1 year കഴിയുമ്പോൾ എന്ത് കിട്ടും ഇൻട്രസ്റ്റ് കിട്ടും. അവിടെ കുറച്ച് എമൗണ്ട് ഉണ്ട്. ഇനി രണ്ടെന്നും 1 year കഴിയുമ്പോൾ എന്ത് കിട്ടും ഇൻട്രസ്റ്റ് കിട്ടും. ഈ രണ്ടെന്നും കൂടെ കിട്ടിയ ഇൻട്രസ്റ്റ് ടോട്ടൽ ഇൻട്രസ്റ്റാണ് അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ആ ടോട്ടൽ ഇൻട്രസ്റ്റ് ഒരു 6750 6750 രൂപയാണ്. 6750 റുപ്പീസാണ് രണ്ടെന്നും കൂടെ കിട്ടിയ ടോട്ടൽ ഇൻട്രസ്റ്റ്. നമ്മളോട് ചോദിച്ചത് ഈ സ്കീമിൽ അവൻ എത്ര കൊണ്ടുപോയി ഇട്ടു, ഈ സ്കീമിൽ അവൻ എത്ര രൂപ കൊണ്ടുപോയി ഇട്ടു, അങ്ങനെയാണ് ചോദിച്ചത്. ഇനി എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ, നമുക്ക് 2 സ്കീമിലും ഇട്ട തുക എത്രയാണെന്ന് അറിയില്ല. ടോട്ടൽ 1 lakh കയ്യിലുള്ളൂ. 2 സ്കീമിലും എത്ര ചെട്ടു എന്നറിയില്ല. അപ്പം 7% സ്കീമിലിട്ട് തൽക്കാലം എത്ര രൂപയാണെന്ന് വിചാരിക്കുക, X rupees ആണെന്ന് വിചാരിക്കുക. എത്ര രൂപയാണ് X rupees. മക്കൾ വെറുതെ വിചാരിക്കണം,
നിങ്ങളുടെ കയ്യിൽ ടോട്ടൽ 1 ലാക്ക് ഉണ്ട്. 1 ലാക്ക്. ആ 1 ലാക്കിൽ 10,000 കൊണ്ടുപോയിട്ട് നിങ്ങൾ 7% സ്കീമിലിട്ടു. അങ്ങനെയാണെങ്കിൽ 6% സ്കീമിൽ എത്രയാണ് ബാക്കി ഉണ്ടാവുക? ഈ 1 ലാക്കിൽ നിന്ന് 10,000 പോയതല്ലേ? 1 ലാക്ക് മൈനസ് 10,000 എന്ന് വെച്ചാൽ എത്ര കിട്ടും? 90,000 അല്ലേ? 90,000 ഉണ്ടാവും. ഇനി ഇവിടെ കൊണ്ടുപോയിട്ടത് 20,000 20,000 ആണെങ്കിൽ ഇപ്പുറത്ത് എത്ര ഉണ്ടാവും? 1 ലാക്ക് മൈനസ് 20,000 80,000 കിട്ടും. ഇവിടെ 30,000 ആണ് കൊണ്ടുപോയിട്ടത്. അങ്ങനെയാണ് ഇവിടെ എത്ര ഉണ്ടാവും? 70,000 ഉണ്ടാവും. 1 ലാക്ക് മൈനസ് 30,000 70,000. നമ്മൾ ശരിക്കും കൊണ്ടുപോയിട്ട് എത്രയാണ്? 10,000 20,000 ഒന്നല്ല. എത്രയാണ് ഇട്ടത്? എക്സ് റുപ്പീസാണ് ഇട്ടത്. എത്രയാണ്? എക്സ് റുപ്പീസ്. അങ്ങനെയാണ് ഇപ്പുറത്ത് എത്ര ഉണ്ടാവും? 1 ലാക്ക് എന്ന് മൈനസ് എക്സ് ആയിരിക്കും. 1 ലാക്ക് മൈനസ് എക്സ് റുപ്പീസാണ് 6% സ്കീമിലുണ്ടാവുക. ഈ കാര്യം കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. ബാക്കിയൊക്കെ എളുപ്പമാണ്. അപ്പം ഈ കാര്യം നമ്മളിങ്ങനെ ചിത്രം വരച്ചെല്ലാം എഴുതിയൊക്കെ നേരിട്ട് എഴുതിയാൽ മതി. ഈ ചിത്രം വരയ്ക്കേണ്ട, ജസ്റ്റ് കാര്യം മനസ്സിലാകാൻ വേണ്ടി വരച്ചതേ ഉള്ളൂ. അപ്പം ഞാൻ ആ കാര്യം ഇവിടെ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ 7% സ്കീം. 7% സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്രയാണ്? എക്സ് റുപ്പീസാണ്. എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ 6% സ്കീം. അപ്പോൾ 6%ൽ എത്രയായിരിക്കും? 1 ലാക്ക് മൈനസ് 10,000 എന്നാലും എഴുതി. 1 ലാക്ക് മൈനസ് എക്സ് റുപ്പീസ്. 1 ലാക്ക് മൈനസ് എക്സ് റുപ്പീസ് ആയിരിക്കും 6% സ്കീം. ഇനി ഇവിടെ കിട്ടിയ ഇൻട്രസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ 8ാം ക്ലാസ്സിലേക്ക് ഒന്ന് പോകണം. നോക്കിക്കോ, എങ്ങനെയാണ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക? നമ്മൾ 8ൽ പഠിച്ചിട്ടുണ്ട്. ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല PNR/100 എന്നായിരുന്നു. PNR/100 എന്ന് വെച്ചാൽ ഇവിടെ I എന്ന് പറഞ്ഞാൽ എന്താ? ഇൻട്രസ്റ്റ്. P എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് അഥവാ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്രയാണോ അത്. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ്. ഇവിടെ 1 ഇയർ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് കോൺസ്റ്റൻ്റ് ആണ്, 1 തന്നെയാണ്. എല്ലാത്തിലും 1 തന്നെയാണ് വരിക. ഇനി R എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. 6% 7% എന്നൊക്കെ പറയുന്ന ആൾ. 100 ഒരു നമ്പർ, പെർസെൻറ്റേജിനെ കൺവേർട്ട് ചെയ്യാനാണ് അത് യൂസ് ചെയ്തത്. ഇനി എങ്ങനെയാണ് 7%ലുള്ള ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക? നോക്കിക്കോ, 7% സ്കീമിലുള്ള ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? I = നോക്കാം. P എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്, അത് എക്സ് ആണ് അല്ലേ? ഇൻറ്റു ഇയർ 1 ആണ്. അപ്പോൾ എക്സ് ഇൻറ്റു 1 ഇൻറ്റു ഇൻട്രസ്റ്റ് റേറ്റ് 7 ആണ് ഡിവൈഡഡ് ബൈ 100. ഒന്ന് ചെയ്ത് നോക്കിയേ. എക്സ് ഇൻറ്റു 1 എന്താ കിട്ടുക? എക്സ്. അപ്പോൾ എക്സ് ഇൻറ്റു 1 ഇൻറ്റു 7 എന്ന് പറഞ്ഞാലോ 7x എന്ന് കിട്ടും. അപ്പോൾ അവിടെ കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 7x/100 ആണ് കിട്ടിയ ഇൻട്രസ്റ്റ്. അത് ഞാനിവിടെ നിൽക്കുന്ന എഴുതാൻ പോവുകയാണെ. 7x ഡിവൈഡഡ് ബൈ 100. തൽക്കാലം അവിടെ നിൽക്കട്ടെ, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എഴുതേണ്ട കാര്യം മാത്രം. ഇനി ഇതേപോലെ 6% സ്കീമിലുള്ള ഇൻട്രസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? അവിടുത്തെ P എന്ന് പറഞ്ഞാൽ എന്താ? P എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അല്ലേ? അത് എത്രയുള്ളത്? 1 ലാക്ക് മൈനസ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എമൗണ്ടാണ്. 1 ലാക്ക് മൈനസ് എക്സ്. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ്, 1 തന്നെയാണ്. R എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അത് 6 ആണ് ഡിവൈഡഡ് ബൈ 100. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇതൊരു സാധനം 1 ലാക്ക് മൈനസ് എക്സ്. അതിന് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് തന്നെ കിട്ടുക? 1 ലാക്ക് മൈനസ് എക്സ് തന്നെ കിട്ടുക. ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 1 ലാക്ക് മൈനസ് എക്സ് എന്ന് പറഞ്ഞ ഒരു ബ്രാക്കറ്റ് ഉണ്ട്. 1 ലാക്ക് മൈനസ് എക്സ് ഒരു ബ്രാക്കറ്റിലുണ്ട്. ഇൻറ്റു എന്തെന്ന് വരും? 6 ഡിവൈഡഡ് ബൈ 100. അതാണ് അവിടെ നിന്ന് കിട്ടിയ ഇൻട്രസ്റ്റ്. ഈ രണ്ട് ഇൻട്രസ്റ്റും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? ഇത് ഇവിടെ നോക്കിയാൽ മതി. 6,750. 6,750 റുപ്പീസ് എന്ന് കിട്ടും. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്തു, 6,750 കിട്ടി. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കേണ്ടത്. അപ്പം ഈ സാധനം നമുക്ക് ജസ്റ്റ് കാര്യം പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിയണം. അപ്പോൾ ഒന്ന് ചെറുതാക്കി വെച്ചേക്കാം, അവിടെ നോട്ടെ. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും പറയാം. ഇനി ഇവിടെ എന്താണ് പ്രശ്നം? ഒരു ഇക്വേഷൻ ഫോം ആയിട്ടുണ്ട് അല്ലേ? പക്ഷേ ഇക്വേഷനിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണ്? ഫ്രാക്ഷണൽ ഫോമിലാണ്. പക്ഷേ നേരത്തെ ക്വസ്റ്റ്യനിൽ ചെയ്ത മാതിരി ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ എന്താ? ഇവിടെ ഒരു പ്ലസ് ഉണ്ട്. ആ പ്ലസിൻ്റെ മുമ്പേ ഇവിടെ കാണുന്ന ഈ മൊത്തം ആളെ നമ്മളൊരു ടേം എന്ന് വിളിക്കുക. 7x/100 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ടേമാണ്. ഈ കാണുന്ന ആളും എന്ത് തന്നെയാണ്? ഒരു ടേമാണ്. ഈ കാണുന്ന ആളും എന്ത് തന്നെയാണ്? ഒരു ടേമാണ്. അപ്പോൾ ഇവിടെ 100നെ, ഈ താഴെയുള്ള 100നെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി, ഇക്വേഷന് മൊത്തമായിട്ട് എന്ത് ചെയ്യും? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതെങ്ങനെയാണ് ചെയ്യുക നോക്കാം. നേരെ ആ ഇക്വേഷൻ കൂടെ എഴുതി വെക്കുക. 7x/100 പ്ലസ് 1 ലാക്ക് മൈനസ് എക്സ് ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു
6750. ഇനി നമ്മൾ 100 കൊണ്ട് ഇക്വേഷനെ ഇവനെ മൊത്തമായിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടേമിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, രണ്ടാമത്തെ ടേമിനെയും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, മൂന്നാമത്തെ ടേമിനെയും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി നാലാമതൊരു ടേം ഉണ്ടെങ്കിൽ അവനെയും എന്ത് ചെയ്യുക, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി നോക്കിക്കോ, ആദ്യത്തെ ടേമിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവൻ്റെ കൂടെ ഒരു ഇൻറ്റു 100 എന്ന് വരും. ഏതാ ടേം എന്ന് പറഞ്ഞാൽ ഈ പ്ലസ് വെച്ചിട്ട് അവർ വിഭജിച്ചിട്ടുള്ള ഇവനൊരു ടേം, ഇവനൊരു ടേം, ഇവനൊരു ടേം. ഇനി രണ്ടാമത്തെ ടേമിനെ ഇൻറ്റു 100 ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഇൻറ്റു 100 വരും, മൂന്നാമത്തെ ടേമിൻ്റെ കൂടിയും ഇൻറ്റു 100 വരും. ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നോക്കിക്കോ, 100 ഡിവൈഡഡ് ബൈ 100 വെട്ടിപ്പോവും, 1 ആയിപ്പോവും. അപ്പം ഈ 100ഉം ഈ 100ഉം എന്തായി, വെട്ടിപ്പോയി. ബാക്കി അവിടെ ആര് മാത്രമേ വരുള്ളൂ, 7x മാത്രമേ വരുള്ളൂ. ഇനി അടുത്തത് ഈ 100ഉം ഈ 100ഉം എന്തായിപ്പോയി, വെട്ടിപ്പോയി. അവിടെ എന്ത് മാത്രമേ വരുള്ളൂ, മേലുള്ള ആൾ മാത്രം. 1 lakh മൈനസ് എക്സ് ഒരു ബ്രാക്കറ്റ് ഇൻറ്റു 6 ഈക്വൽ ടു, ഇവിടെ ഒരു പ്ലസ് ഉണ്ട്. ഏത് പ്ലസ്, ഇത് ഈ കാണുന്ന പ്ലസ് ഇവിടെ ഉണ്ടാവും. ഈക്വൽ ടു ഈ കാണുന്ന ആളെ ചെയ്താൽ എന്താണ് കിട്ടുക, ഇവിടെ വെട്ടാനൊന്നുമില്ല. 6750 ഇൻറ്റു 100 എത്ര കിട്ടും, 6,75,000 എന്ന് കിട്ടും. 6,75,000. ഇനി അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഈ കാണുന്ന 7xനെ അതേപോലെ താഴോട്ട് എഴുതാം. 7x പ്ലസ് ഈ ബ്രാക്കറ്റ് ഒന്ന് പൊളിച്ച് നല്ല വൃത്തിക്ക് എഴുതുക. എങ്ങനെയാണ് പൊളിക്കുക, 6 ഇൻറ്റു 1 lakh. 6 ഇൻറ്റു 1 lakh എത്രയാണ്, 6 lakh. ഇനി 6 ഇൻറ്റു എക്സ്, 6 ഇൻറ്റു എക്സ് എത്രയാണ്, 6x. ഇവിടെ കാണുന്ന മൈനസ് ആണ്, അപ്പോൾ ഇവിടെ എന്താ ചിഹ്നം വരിക, മൈനസ് വരും. ഈക്വൽ ടു 6,75,000. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് എക്സ് ഉള്ള ടേംസ് 7x 6x അതിനൊക്കെ ഒരു ഭാഗത്തും എക്സ് ഇല്ലാത്ത ടേമിനെയൊക്കെ മറ്റൊരു ഭാഗത്തേക്കും വെക്കുക ഈക്വൽ സൈൻ്റെ. ഇനി അത് നോക്കുമ്പോൾ ഇവിടെ പ്ലസ് 6 lakh എന്നാണുള്ളത്, അത് ഇങ്ങോട്ട് പോകുമ്പോൾ എന്താ ഇവിടെ മൈനസ് 6 lakh എന്നാവും അല്ലേ. ചെയ്ത് നോക്കിക്കോ, 675,000 മൈനസ് 6 lakh. ഇവിടെ 7x മൈനസ് 6x എന്ന് വരും. എങ്ങനെ, 7x മൈനസ് 6x. 7x എന്ന് 6x പോയാൽ എത്ര ഉണ്ടാവുക, 1x. 7x എന്ന് 6x മൈനസ് ചെയ്താൽ x എന്ന് മാത്രം വരും. ഇനി 6,75,000 ആണത്, അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്തു, 6 ലക്ഷം മൈനസ് ചെയ്തു. അപ്പോൾ കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും, 75,000, 75,000 രൂപയായിരിക്കും. ഇതാണ് നമ്മളെ എക്സിൻ്റെ വാല്യൂ. എക്സ് ഇസ് ഈക്വൽ ടു 75,000. ഒന്ന് മേലോട്ട് പാടാം. എന്താ എക്സ് എന്ന് പറഞ്ഞാൽ 7% സ്കീമിലിട്ട തുക, അതെത്ര കിട്ടി, 75,000 കിട്ടി. അങ്ങനെയാണ് ഇവിടെ എത്ര വരിക, 1 lakh നിന്ന് 75 മൈനസ് ചെയ്യണം, എത്ര കിട്ടുമോ, 25,000. 1 lakh നിന്ന് 75,000 മൈനസ് ചെയ്താൽ 25,000. ഇതൊന്ന് നേരെ താഴോട്ട് എഴുതിയെടുക്കാം. ഈ സെയിം സാധനമല്ലേ, അതെന്നെ നേരെ താഴെ ഒന്ന് എഴുതി വെച്ചാൽ പരിപാടി കഴിഞ്ഞു. ഇവിടുത്തെ x is equal to 75,000 rupees. 1 lakh minus x is equal to 25,000 rupees. ആൻസറായി. ഇനി ഈ ഒരു സബ് ഹെഡിങ്ങിൻ്റെ അടിയിൽ ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാൻ ബാക്കിയുള്ളൂ. ആ ചോദ്യം കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി വരാം. ക്വസ്റ്റ്യൻ നമ്പർ 8. An object start with a speed of u meter per second. ഒരു ഒബ്ജക്റ്റ്, ഏതോ ഒരു ഒബ്ജക്റ്റ്, ഒരു വാഹനമാണെന്ന് വിചാരിച്ചോ, അത് സ്റ്റാർട്ട് ചെയ്ത സ്പീഡ് എത്രയാണ്, u മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആൻഡ് ട്രാവൽസ് എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ലൈനിലൂടെയാണ് അത് ട്രാവൽ ചെയ്യുന്നത്. വിച്ച് മീൻസ് ഇപ്പോൾ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ഇവിടെ ഒരു ബോൾ ഉണ്ടെന്ന് വിചാരിക്കുക, എന്തൊക്കെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട് വിചാരിക്കുക. ഈ ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത സ്പീഡ് u മീറ്റർ പെർ സെക്കൻഡ് ആണ്. u മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ അത് ട്രാവൽ ചെയ്തിട്ട് വേറെ സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്താ, ഇഫ് ദ സ്പീഡ് ഈസ് ഇൻക്രീസസ് അറ്റ് എ റേറ്റ് ഓഫ് എ മീറ്റർ പെർ സെക്കൻഡ് എവരി സെക്കൻഡ്. ശ്രദ്ധിക്കണം, സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അറ്റ് എ റേറ്റ് ഓഫ് എ മീറ്റർ പെർ സെക്കൻഡ് എവരി സെക്കൻഡ് എന്ന് പറയുന്നുണ്ട്. ഓരോ സെക്കൻഡിലും എ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ രീതിയിൽ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നു. നിങ്ങൾ ഫിസിക്സിൽ പഠിച്ച കാര്യമാണത്. സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ റേറ്റിന് നമ്മൾ വിളിക്കും ആക്സിലറേഷൻ. എന്താ വിളിക്കുക, ആക്സിലറേഷൻ എന്ന് വിളിക്കും. അപ്പോൾ ആക്സിലറേഷനാണ് ഇവിടെ ശരിക്കും തന്നിരിക്കുന്നത്. എ മീറ്റർ പെർ സെക്കൻഡ് എവരി സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അതിനെയാണ് നമ്മൾ ആക്സിലറേഷൻ എന്ന് പറയുക ശരിക്കും. ഇനി
ദ സ്പീഡ് അറ്റ് വിച്ച് ദ സ്പീഡ് അറ്റ് ടൈം ടി സെക്കൻഡ് ഈസ് യു പ്ലസ് എ ടി. ടി എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ടൈമിലുള്ള സ്പീഡിനെ ഡിനോട്ട് ചെയ്യുന്ന ഇക്വേഷനാണ് യു പ്ലസ് എ ടി. യു പ്ലസ് എ ടി എന്ന് പറഞ്ഞാൽ സ്പീഡിനെ ഡിനോട്ട് ചെയ്യുന്ന ഇക്വേഷനാണ്. ഇനി ദ സ്പീഡ് അറ്റ് 1 സെക്കൻഡ് ഈസ് 5 മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് അറ്റ് 5 സെക്കൻഡ് ഈസ് 15 മീറ്റർ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിനുള്ള സ്പീഡ് 5 മീറ്റർ പെർ സെക്കൻഡും 5 സെക്കൻഡിലുള്ള സ്പീഡ് 13 മീറ്റർ പെർ സെക്കൻഡുമാണ്. 15 അല്ല 13 മീറ്റർ പെർ സെക്കൻഡ്. വാട്ട് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് സ്പീഡ് ഈസ് ഇൻക്രീസിങ്? സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് എത്രയാണ്? വാട്ട് ഈസ് ദ സ്റ്റാർട്ടിംഗ് സ്പീഡ്? സ്റ്റാർട്ടിംഗ് സ്പീഡ് എത്രയാണെന്നാണ് ചോദിച്ചത്. ക്വസ്റ്റ്യൻ കുറച്ച് വലുതാക്കി പറയുന്നുണ്ട്, പക്ഷേ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് കാര്യം പറയാം. നിങ്ങൾ ഫിസിക്സിൽ പഠിക്കുന്ന ഒരു ഇക്വേഷനാണ് സ്പീഡ് കണ്ടുപിടിക്കാൻ, വെലോസിറ്റി എന്നാണ് നമ്മളവിടെ പറയാം. വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് യു പ്ലസ് എ ടി. ഇവിടെ സ്പീഡ് എന്നാണ് പറയുന്നത്, അതുകൊണ്ട് ഞാനും സ്പീഡ് എന്ന് പറയുന്നു. സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് യു പ്ലസ് എ ടി. ഇനി അതിൽ യു എന്ന് പറഞ്ഞാൽ എന്താ നോക്കിക്കോ. ഇവിടെ യു എന്നുണ്ട്. യു എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് സ്പീഡാണ്. സ്റ്റാർട്ടിംഗ് സ്പീഡിനെയാണ് എന്തെന്ന് പറയാം? യു. നമുക്ക് കണ്ടുപിടിക്കേണ്ട അപ്പോൾ ഒരാളാരാ? സ്റ്റാർട്ടിംഗ് സ്പീഡായ യുവിനെ കണ്ടുപിടിക്കണം. യു എത്രയാണെന്നാണ് ചോദിച്ചത്. ഇനി അടുത്തത് എ. ഇവിടെ എ എന്ന് പറയുന്ന ഒരാളുണ്ട്. എന്താ എ? മീറ്റർ പെർ സെക്കൻഡ് എവരി സെക്കൻഡിലാണ് സ്പീഡ് ഇൻക്രീസസ് അറ്റ് ദ റേറ്റ്. എന്ന് വെച്ചാൽ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ റേറ്റ്. ഫിസിക്സിൽ പഠിക്കുക ആ ടേമിന് ആക്സലറേഷൻ എന്നാണ്. അപ്പോൾ ആക്സലറേഷനാണ് കണ്ടുപിടിക്കേണ്ടത്, അഥവാ ദ റേറ്റ് അറ്റ് വിച്ച് സ്പീഡ് ഈസ് ഇൻക്രീസിങ്. എ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്ന ഡാറ്റ നോക്കിക്കോ. അറ്റ് 1 സെക്കൻഡ് സ്പീഡ് ഈസ് 5 മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് അറ്റ് 5 സെക്കൻഡിൽ സ്പീഡ് ഈസ് 13 മീറ്റർ പെർ സെക്കൻഡ്. ഈ രണ്ട് ഡാറ്റാസാണ് തന്നത്. കൺഫ്യൂഷൻ ആവണ്ട, ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അവർ പറഞ്ഞു എന്താണ്? യു പ്ലസ് എ ടി എന്നാണ് ഇക്വേഷൻ. യു പ്ലസ് എ ടി. ഇനി വെൻ ടി ഈക്വൽ ടു, ടി എന്ന് പറഞ്ഞാൽ ടൈമാണ്. ടൈം 1 സെക്കൻഡ് ആകുമ്പോൾ, ടി ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ്, നമ്മുടെ സ്പീഡ് എന്ന് പറയുന്ന ആൾ എത്രയായിരിക്കും? 5 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ നോക്കിക്കോ, ഈ കാണുന്ന ടി ഇല്ലടാ ടൈം, അതിനെ മാറ്റിയിട്ട് 1 സെക്കൻഡ് എന്ന് കൊടുത്താൽ ഈ സ്പീഡ്, ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ സ്പീഡ് കണ്ടുപിടിച്ച് ആ സ്പീഡിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും 5 മീറ്റർ പെർ സെക്കൻഡ്. ഇനി വെൻ ടി ഈസ് ഈക്വൽ ടു 5 സെക്കൻഡ്, ടിക്ക് 5 സെക്കൻഡ് എന്നുള്ള വാല്യൂ കൊടുത്താൽ 5 ആണ്. 5 സെക്കൻഡ് എന്നുള്ള വാല്യൂ കൊടുത്താൽ സ്പീഡിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും 13 മീറ്റർ പെർ സെക്കൻഡ്. എന്ന് വെച്ചാൽ ഈ ടി എന്നുള്ളിടത്ത് നമ്മൾ എന്തെന്ന് കൊടുക്കുന്നു? 5 സെക്കൻഡ് 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ടി ഈക്വൽ ടു 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ വെച്ച് കിട്ടിയതിന് ആൻസർ ആയിരിക്കും 13 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ യു എത്രയാണ്, എ എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. ഇനി എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ചെയ്യേണ്ട പരിപാടി, ഈ കാര്യം നേരണ്ട് എഴുതി വെക്കുക. വെൻ ടി ഈക്വൽ ടു 1 സെക്കൻഡ്, ആയി കഴിഞ്ഞാൽ നമുക്കറിയാം സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? യു പ്ലസ് എ ടി എന്നല്ലേ? സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? യു പ്ലസ് എ ടി. അപ്പം ആ സ്പീഡ് ശ്രദ്ധിച്ചോ, ശ്രദ്ധിക്കണേ, യു പ്ലസ് എ ടി എന്നാണ്. അതിൽ ടി മാറ്റിയിട്ട് നമ്മൾ ഇവിടെ എന്ത് കൊടുക്കണം? 1 സെക്കൻഡ് എന്ന് കൊടുക്കണം. അപ്പോൾ ഞാൻ അതേപോലെ കൊടുത്തു, യു പ്ലസ് എ ഇൻറ്റു ടി എന്നുള്ളിടത്ത് എ ഇൻറ്റു 1 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 5 മീറ്റർ പെർ സെക്കൻഡാണ്. 5 എന്ന് എഴുതിയാൽ മതി. 5 മീറ്റർ പെർ സെക്കൻഡ്. അതെവിടെ നിന്ന് കിട്ടി? ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് കിട്ടിയതാട്ടോ. അപ്പം നോക്കാം, യു പ്ലസ് എ ഇൻറ്റു 1 എത്രയാണ്? എ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എ തന്നെയാണ്. അപ്പോൾ യു പ്ലസ് എ ഇസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇക്വേഷൻ കിട്ടി. നമുക്ക് ആ ഇക്വേഷൻ മാത്രം മതി, ബാക്കിയുള്ള കഥകളൊന്നും നമുക്ക് വേണ്ട. യു പ്ലസ് എ ഇസ് ഈക്വൽ ടു 5. ഇനി ഇതേപോലെ വെൻ ടി ഈക്വൽ ടു 5 സെക്കൻഡ്, ടിക്ക് 5 സെക്കൻഡ് എന്ന് കൊടുത്താൽ നമ്മളെ ഇക്വേഷൻ, സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ യു പ്ലസ് എ ടി ആണെന്ന് നമുക്കറിയാം. നമ്മൾ എന്ത് ചെയ്യും? യു പ്ലസ് എ ഇൻറ്റു ടിക്ക് പകരം എന്ത് കൊടുക്കും? 5 സെക്കൻഡ് എന്ന് കൊടുക്കും. എ ഇൻറ്റു 5 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വാല്യൂ കിട്ടും? ഇത് ഇവിടേക്ക് നോക്കി, ടി ഈക്വൽ ടു 5 സെക്കൻഡ് ആയാൽ 13 ആണല്ലേ സ്പീഡ്, ഈക്വൽ ടു
13 എന്ന് കൊടുക്കും. ഇനി യു പ്ലസ് അതങ്ങനെ തന്നെ ഉണ്ട്. യു പ്ലസ് ശ്രദ്ധിക്കുക, എ ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5a എന്ന് വരും. അപ്പോൾ യു പ്ലസ് 5a ഈസ് ഈക്വൽ ടു 13 എന്ന് കിട്ടും. ഇതാണ് നമ്മളെ രണ്ടാമത്തെ ഇക്വേഷൻ. യു പ്ലസ് 5a ഈസ് ഈക്വൽ ടു 13. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത്, ഈ കഴിഞ്ഞ വീഡിയോയും ഈ വീഡിയോ ഒക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അപ്പം ആ മെത്തേഡ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇതിനേക്കാൾ എളുപ്പമുള്ള മെത്തേഡ് നമ്മൾ ഇനി മുമ്പോട്ട് പോകാൻ പഠിക്കും. ഇനി എങ്ങനെയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ ഇക്വേഷനിലേക്കൊന്ന് വരാം. ആദ്യത്തെ ഇക്വേഷനിൽ യു പ്ലസ് എ ഈക്വൽ ടു 5 എന്നല്ല പറഞ്ഞു. ഇവിടെ ഏതെങ്കിലും ഒരാൾ ഒറ്റപ്പെടുത്തണമെന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനിവിടെ യുവിനെ മാത്രം ഒറ്റപ്പെടുത്തി. എന്താ ഒറ്റപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ, യുവിനെ മാത്രം ഇവിടെ നിർത്തുക, എനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുക, പ്ലസ് എ അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? മൈനസ് എ ആയിട്ട് മാറും. അപ്പം യു ഇസ് ഈക്വൽ ടു 5 മൈനസ് എ എന്ന് കിട്ടും. യു ഇസ് ഈക്വൽ ടു 5 മൈനസ് എ. എന്താ അതിൻ്റെ മീനിങ്? യുന്ന് എവിടെയൊക്കെ കണ്ടോ അവിടേക്ക് എന്തെന്ന് കൊടുക്കാം? 5 മൈനസ് എ എന്ന് കൊടുക്കാം. യുന്ന് എവിടെയൊക്കെ കണ്ടോ അവിടേക്ക് എന്തെന്ന് കൊടുക്കാം? 5 മൈനസ് എ. യുന്ന് നിങ്ങൾ വേറെ എവിടെയും കണ്ടു. എവിടെയാണ് കണ്ടോ? ഇവിടെ കണ്ടു. അപ്പോൾ അവിടെ യുവിനെ മാറ്റിയിട്ട് എന്തെന്ന് കൊടുക്കാം? 5 മൈനസ് എ എന്ന് കൊടുത്തു. പ്ലസ് 5a. 5 മൈനസ് എ പ്ലസ് 5a ഈക്വൽ ടു 13. ശ്രദ്ധിക്കണേ, യുന്ന് കണ്ടോടത്ത് 5 മൈനസ് എ എന്ന് കൊടുത്തു, പ്ലസ് 5a എന്നുള്ളിടത്ത് പ്ലസ് 5a ഉണ്ട്, ഈക്വൽ എന്നുള്ളിടത്ത് ഈക്വൽ ഉണ്ട്, 13 എന്നുള്ളിടത്ത് എന്തുണ്ട്? 13 ഉണ്ട്. ഇനി ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? എ ഉള്ള ടേമിനെ, നേരത്തെ എക്സ് ആയിരുന്നു, ഇവിടെ എ ഉള്ള ടേമിന് ഒരു ഭാഗത്തും എ ഇല്ലാത്ത ടേമിന് എന്ത് ചെയ്യുക? മറ്റൊരു ഭാഗത്തും. നോക്കുക, ഇവിടെ എ ഇല്ലാത്ത ടേം 5 ആണല്ലേ. അപ്പോൾ 5ൻ്റെ ചിഹ്നം ഏതാ? ഇവിടെ ഒരിക്കലും ചിഹ്നം ഇവിടേക്ക് നോക്കരുത്, ഇവിടെയാണ് ചിഹ്നം ഉണ്ടാവുക. ഇവിടെ ചിഹ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പ്ലസ് ആണ്. അപ്പോൾ ഇവിടെ പ്ലസ് 5ന് ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? മൈനസ് 5 ആയിട്ട് മാറും. അപ്പോൾ എന്തായി? 13 മൈനസ് 5 ആയി. ഇനി മൈനസ് എ പ്ലസ് 5a എന്നാണ് ഇവിടെ ഉള്ളത്. ഇത് ചെയ്യുമ്പോഴേക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ ഇങ്ങനെ ചെയ്താൽ മതി. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? ഈ പ്ലസ് 5a ആദ്യം എഴുതുക. പ്ലസ് 5a പ്ലസ് 5a. പിന്നെ ആരാ എഴുതുക? ഈ മൈനസ് എനെ രണ്ടാമത് എഴുതുക. മൈനസ് എ. ഇനി എടാ ഈ പ്ലസ്സിനോണ്ട് വലിയ വാല്യൂ ഉണ്ടോ? ഇല്ല, അവിടെ 5a എന്ന് എഴുതിയാലും മതി. അപ്പോൾ 5a മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്താ? 4a എന്ന് കിട്ടും. 13 മൈനസ് 5 എന്ന് പറഞ്ഞാൽ എന്താ? 8. ഇതൊന്ന് എ സിക്കൽ ടു എന്തെന്ന് കിട്ടും? 8/4 2 എന്ന് കിട്ടും. എ സിക്കൽ ടു 2. ശ്രദ്ധിക്കുക, അതെങ്ങനെ കിട്ടിയേ? 4a സിക്കൽ ടു 8 അല്ലേ? 4 ഇൻറ്റു എ എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ 4 ഇൻറ്റു എ 8. 4 ഇൻറ്റു 4 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ 4. അപ്പോൾ എ സിക്കൽ ടു എന്തെന്ന് കിട്ടും? 8 ഡിവൈഡഡ് ബൈ 4. 8 ഡിവൈഡഡ് ബൈ 4 എത്രയാണ്? 2. ഓക്കെ, അപ്പോൾ എ 2 എന്ന് കിട്ടി. ഇനി എങ്ങനെ യു കണ്ടുപിടിക്കാം? യു കണ്ടുപിടിക്കാൻ നിങ്ങൾ ഈ ഒരു സാധനത്തിന് അങ്ങോട്ട് എടുക്കുക. യു സിക്കൽ ടു 5 മൈനസ് എ. യു ഈക്വൽ ടു 5 മൈനസ് എ, വിച്ച് മീൻസ് 5 മൈനസ് എക്ക് പകരം 2. 5 മൈനസ് 2 3. അപ്പോൾ യുവിൻ്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടി 3, എൻ്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടി എത്രയാണ്? 2. ഇതേ നമുക്ക് കണ്ടുപിടിക്കാനുള്ളൂ. യു എന്ന് പറഞ്ഞാൽ ആരാ? യു എന്ന് പറഞ്ഞാലാണ് സ്റ്റാർട്ടിംഗ് സ്പീഡ്. സ്റ്റാർട്ടിംഗ് സ്പീഡ് എന്താ കിട്ടുക? 3 മീറ്റർ പെർ സെക്കൻഡ്. എ എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് സ്പീഡ്. റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് സ്പീഡാണ് എ. ആ എൻ്റെ വാല്യൂ എന്താ? 2 എന്ന് കിട്ടി. 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, അല്ലെങ്കിൽ 2 മീറ്റർ പെർ സെക്കൻഡ് എവരി സെക്കൻഡ് എന്ന് പറയാം. ഓക്കെ, അപ്പം ഈ ഒരു സബ് ഹെഡിങ്ങിൻ്റെ അണ്ടറിലുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു 2 വീഡിയോസിലായിട്ട്. ബാക്കി വീഡിയോസുമായിട്ട് നമുക്ക് മറ്റൊരു സെക്ഷനിൽ കാണാം. താങ്ക് യു.